എടാ, നീ എനിക്കൊരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞില്ലേ? എന്റെ പൊന്നോ, പരിചയപ്പെടുത്തി തരാം. നിനക്കെന്താണ് ഇതൊക്കെ ഈ സമയത്താണോ ഓർമ്മ വരുന്നത്? എനിക്കറിയില്ല, ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ ജീവിതം തീർന്നു പോകും. ശാലു, ഞാൻ പരിചയപ്പെടുത്തായിരുന്ന ആള് ഇന്ത്യയിലുണ്ടായിരുന്നില്ല, ഇന്നാ വന്നത്. നമുക്ക് നാളെ ഉറപ്പായിട്ടും പോയി കാണാം. ഓക്കെ? എന്താ? ഇല്ല, ഒരിക്കലും ഇല്ല. കഴിഞ്ഞ തവണ ഉണ്ടായ മിസ്റ്റേക്ക് ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അതെ, താനായിരുന്നു. എന്താ നിൽക്കുന്ന? ഇരിക്കും. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ഞാനൊരു അടിപൊളി ആക്ട്രസിനെ സാറിന് പരിചയപ്പെടുത്തി തരാമെന്ന്. ഇതാണ് ഷാലു ഗുപ്ത സിംഗ്. അത് ശരി. പേരെന്താന്നാ പറഞ്ഞേ? ശാലുവോ? ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഐ മീൻ വർക്ക് വൈസ്, വർക്ക് പ്രൊഫൈൽ? സർ, ഞാനത് അല്ല, വൈ ആർ യു ഗെറ്റിംഗ് സോ ഫോർമൽ? എന്തിനാ എന്നെ സാറെന്ന് വിളിക്കുന്നേ? യു ക്യാൻ കോൾ മീ മൈ നെയിം. ഞാനിതിനു മുമ്പ് തിയേറ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്. ഫീച്ചർ ഫിലിം? ഇല്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നത്. നാളെ 2 മണിക്ക് വന്നേക്ക്, നമുക്കൊരു ടെസ്റ്റ് എടുക്കാം. ശരി. ഓക്കെ. ആ പറമോനെ റൈറ്ററെ, ക്ലൈമാക്സ് ഇപ്പൊ എവിടെ വരെ? സാർ, അത് ക്ലൈമാക്സിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക. കുറച്ച് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകും അത്. എടാ, ഇത്തവണ ക്ലൈമാക്സ് നമുക്ക് പൊളിച്ചടക്കണം. കഴിഞ്ഞ തവണത്തെ ക്ലൈമാക്സിന്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. സാർ, എന്നെ വിശ്വസിച്ച് ഒരു വർക്ക് ഏൽപ്പിച്ചല്ല സാർ. ഞാൻ മാക്സിമം അതിൽ വർക്ക് ചെയ്യാം. സാറിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നീ അല്ലെങ്കിലും മിടുക്കനാടാ. ദാറ്റ്സ് വൈ ഐ ലൈക്ക് യു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നാളെ കാണാം. പ്ലീസ് ബി ഓൺ ടൈം. സമയം എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റാ, അത് വേസ്റ്റ് ആക്കരുത്. ഓക്കെ സാർ, താങ്ക് യു. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇത് കറക്റ്റ് സ്ഥലത്ത് ഉപയോഗിച്ചൂടെ? എന്തു പറ്റി ശാലു? ഇന്നെന്താ ഭയങ്കര ആലോചനയൊക്കെ? എന്താണെന്ന് പറ. അതൊന്നുമില്ല, എനിക്ക് നാളത്തെ കാര്യം ഓർത്തിട്ടൊരു ടെൻഷൻ. എന്ത് ടെൻഷൻ? സെലക്ട് ആവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ. അതൊക്കെ ആയിക്കോളും, ഡോണ്ട് വറി. സലാമത്ത് സാറിനോട് ഞാൻ സംസാരിച്ചല്ലേ, ഇനി ഒന്നും പേടിക്കാനില്ല. സന്തോഷമായോ? ഹായ്, എൻ്റെ പേര് ഷാലു ഗുപ്ത. ഐ ആം ഫ്രം ഡൽഹി ആൻഡ് ഐ ആം 22 years old. These are my profiles. താങ്ക് യു. വെരി നൈസ്. തൻ്റെ ഓഡിഷൻ നല്ലതായിരുന്നു. താൻ നല്ലൊരു ആക്ട്രസ് ആണ്. താങ്ക് യു സർ. പിന്നെ ഒരു കാര്യം ചോദിച്ചൊന്നും വിചാരിക്കരുത്. എന്താ? ഐ ഡോണ്ട് തിങ്ക് യുവർ ഏജ് ഇസ് 22. താൻ വിഷമിക്കണ്ട, തന്നെ ഞാൻ ലോഞ്ച് ചെയ്തോളന്നേ. എനിക്ക് പ്രൂവ് ചെയ്യാൻ ഒരു അവസരം തരുമോ സർ? പക്ഷെ തന്നെ ഞാൻ 100 കോടി പ്രോജക്റ്റിൽ തന്നെ ലോഞ്ച് ചെയ്യുകയാണ്. ഇത്രയും വലിയൊരു ബ്രേക്ക് വരികയാണ്, അതുപോലെ റിസ്ക് എടുക്കുകയാണ്. എനിക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, അപ്പൊ പിന്നെ ഇത് കറക്റ്റ് സ്ഥലത്ത് ചെയ്താലെന്താ? എന്തായി ആലോചിക്കുന്നേ? അല്ല, എല്ലാ സാറിന്റെ എന്റെ ഇഷ്ടം.
നീ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തത്? ഞാനിപ്പോ ഒരു മീറ്റിംഗില്ല, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ഈ സമയത്ത് മീറ്റിങ്ങോ? നന്നായിട്ടുണ്ട്. ബേബി, നിനക്ക് വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടോ? ഏ അപ്പൊ നമ്മുടെ റൈറ്ററോ? ഹീസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. എങ്കിൽ ഓക്കെ, ആരും ഇല്ലാതിരിക്കുന്ന നല്ലത്. യുനോ, നിന്റെ ലോഞ്ചിങ്ങിന് നല്ലതായിരിക്കും. നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാവും. ഞാൻ തുറന്നു പറയാ, ഇങ്ങനെ പരസ്പരം ചീറ്റ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും. നിന്നെ ഞാൻ ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ടാ കാര്യങ്ങളെ കാണുന്നത്. ഇനി നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് മാത്രമാണ്, അതിനേക്കാളും കൂടുതൽ ഒന്നുമില്ല. ഇതൊക്കെ നീ ആ സലാമത്ത് കാരണമല്ലേ പറയുന്നത്? ആണെങ്കിൽ അവനെ നിനക്ക് പരിചയപ്പെടുത്തി തന്നത് ഞാനല്ലേ? എന്നിട്ടിപ്പോ എന്നെ ഫ്രണ്ട് ആക്കി അല്ലേ? പരിചയപ്പെടുത്തിയെന്ന് വെച്ചെന്താ? എനിക്ക് ബ്രേക്ക് തന്നത് അയാളാ. ബ്രേക്ക് തന്നു എന്ന് വെച്ചാൽ എന്താ? ദൈവം ഒന്നും ആവില്ലല്ലോ. ബ്രേക്ക് തരുന്ന ആള് ദൈവത്തെക്കാൾ ഒട്ടും പിന്നിലല്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ പലരുടെയും ജീവിതം ഒരു ബ്രേക്കിന് വേണ്ടി അലഞ്ഞു തീർത്തോണ്ടിരിക്കുക. എനിവേസ്, ഞാൻ ഇറങ്ങാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശാലു, ശാലു, ഞാൻ പറയുന്നത് കേക്ക്. നീ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ശാലു. ഞാനൊരു എഴുത്തുകാരനാണ്. ഭാവനയിൽ നിന്നുള്ള കഥകൾ മാത്രമല്ല ഞാൻ എഴുതാറ്. യഥാർത്ഥ ജീവിതത്തിലും കഥ എഴുതാൻ എനിക്കറിയാം. ഇനി നിങ്ങൾ രണ്ടുപേരുടെയും കഥ എഴുതാൻ പോകുന്നത് ഞാനാണ്. കാത്തിരുന്ന് കണ്ടോ. ആ, അത് നമുക്ക് സെറ്റാക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഓ റൈറ്ററേ, ഗുഡ് മോർണിംഗ്. എന്തൊരു ആർട്ടിസ്റ്റാണ് ഇവള്, അടിപൊളി. ഓഡീഷനിൽ ഇവള് തകർത്ത് കളഞ്ഞു. ഐ എം ജെനുവൻലി ഇംപ്രസ്ഡ്. ഷീ ഈസ് പെർഫെക്റ്റ് ഫോർ മൈ ഫിലിം. സാർ, നമ്മുടെ ഫിലിമിൽ ഒരു ഐറ്റം സോങ് ഉണ്ട്. അതിനുവേണ്ടിയുള്ള കാസ്റ്റിംഗ് ആലോചിച്ചായിരുന്നോ സാർ? എടാ, എനിക്കിപ്പോൾ എന്തോരം ലോഡ് ഉണ്ടെന്നറിയോ? ഒരു കാര്യം ചെയ്യും, അത് നീ തന്നെ ആരെങ്കിലും കണ്ടുപിടിച്ച് ഫൈനൽ ചെയ്യും. ഓ ഓക്കെ സാർ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എടാ, ട്രൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഏതെങ്കിലും ഫ്രഷ് ഫേസിനെ പെട്ടെന്ന് പിടിച്ച് ലോക്ക് ചെയ്തേക്ക്. ഓക്കെ? ഓക്കെ സാർ, ഷുവർ സാർ. ഇന്ന് എങ്ങോട്ടാ പോകണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാം. ഓക്കെ സാർ. ആ, പിന്നെ കാണാം. എപ്പോഴാ പോകണ്ടേ? ഞാൻ എപ്പോഴേ റെഡി. ഹലോ സാർ, എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിപ്പോയി. വേറൊരു ക്ലയൻറ്റിനൊപ്പം ഫോറിൻ ട്രിപ്പ് ഓഫർ വന്നിട്ടുണ്ട്. പ്ലീസ് സാർ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എത്രയും പെട്ടെന്ന് റിന്യൂ ചെയ്തു തരണം. അപ്പോൾ എന്താണ് പെട്ടെന്ന് നമ്മളെയൊക്കെ ഓർക്കാൻ? ഒന്നുമില്ല, ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് കാണാമെന്ന് വെച്ചു. എന്താ വർക്കെന്ന് പറയ്. അതൊക്കെ പറയാം. ഞാൻ നിന്നെ ഒരു പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് പറഞ്ഞയക്കാം. ഞാൻ തന്നെ ഡാൻസ് വീഡിയോ കണ്ടു. ഇറ്റ്സ് റിയലി അമേസിങ്. പക്ഷെ തനിക്ക് ആക്ടിങ്ങിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേ? ആക്ടിങ്ങിന് വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷേ കിട്ടിയതധികവും ഐറ്റം സോങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ തന്നെ അങ്ങ് ചെയ്തു. നീ ആഗ്രഹിച്ചു വന്ന ജോലി നിനക്ക് കിട്ടും. യു ഡൂയിങ് മൈ ഫിലിം ആസ് എ ലീഡ്. ദാ ഈ കാർഡ് വെച്ചോ, ആൻഡ് ബി ഓൺ ടൈം. ഓക്കെ. എനിക്ക് സമയം വളരെ വിലപ്പെട്ടതാ. ദാ ഇതാണ് ഷാലു. ഷാലു മൈ അസിസ്റ്റന്റ്. ഓക്കെ, മേ ഐ ലീവ്?
നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? ലീഡ് ക്യാരക്ടർ ആ കുട്ടിക്ക് കൊടുത്തോ? പക്ഷെ അത് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ അല്ലേ? യു നോ ഐ ഓൾവേസ് ഗോ ഫോർ ദി ബെസ്റ്റ്. നിന്നേക്കാൾ ബെസ്റ്റ് അവളാ. അവൾക്ക് ആക്ടിങ് അറിയാം, ഡാൻസ് അറിയാം. പിന്നെ നീ ഒന്നും വിചാരിക്കരുത്, നിന്നേക്കാൾ അവള് ഫ്രഷാ. നിന്റെ ഇൻട്രസ്റ്റ് മാറിയെന്ന് നീ അങ്ങ് തുറന്നു പറഞ്ഞാ പോരെ? നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാം. ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയല്ലോ, അത് നന്നായി. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോന്നെന്ന് കണ്ടോ നീ? നിന്നെ ഞാൻ വിടില്ല. അനിർവൻ, ഒന്ന് വാതിലോർക്ക് പ്ലീസ്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം പ്ലീസ്. അനിർവൻ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായി. ഇവിടുന്ന് പോകാൻ നോക്ക്. അനിർവൻ, സോറി അനിർവൻ, പ്ലീസ് ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. ഐ ആം സോറി അനിർവൻ. നിനക്ക് മാപ്പ് വരാൻ ഞാൻ ആരാ? ഞാൻ വെറും ഒരു സാധാരണ റൈറ്റർ അല്ലേ? അല്ല അനിർവൻ, അങ്ങനെയൊന്നും അല്ല. ഹി റീപ്ലേസ്ഡ് മീ, ഹി യൂസ്ഡ് മീ ഇമോഷണലി, ഫിസിക്കലി. ഇനി എന്ത് ചെയ്യുന്ന എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പ്ലീസ് ഹെൽപ്പ് മീ അനിർവൻ. അയാൾ നിന്നെ യൂസ് ചെയ്തു എന്നുള്ളതിന് നിന്റെ അടുത്ത് വല്ല എവിഡൻസും ഉണ്ടോ? ഞാൻ ഒരു ഉറപ്പിന് വേണ്ടി കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു. ഇനി അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? താങ്ക് യു സോ മച്ച് അനിർവൻ. നീ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആ പറയൂ. സർ, ബി കെയർഫുൾ. ഷാലു നിങ്ങളുടെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഷീ മേ ടേക്ക് ആക്ഷൻസ് അഗെയിൻസ്റ്റ് യു. ബി കെയർഫുൾ സർ. താങ്ക്സ് ഡാ. നീ ഒരു നല്ല ഫ്രണ്ടാ. ബേബി, എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. നമുക്ക് നാളെ കാണാം. ശരി, ഓക്കെ. പ്ലീസ് ടേക്ക് കെയർ. ശരി, സീ യു. ഓക്കെ. ശരി. ആ നായിന്റെ മോളെ ഞാൻ വെറുതെ വിടില്ല. വെറുതെ വിട്ട് കളഞ്ഞാ പിന്നെ ആകെ പ്രശ്നമാകും സാർ. ടെൻഷൻ അടിക്കണ്ട. അവളെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഞാൻ അവളെ പറഞ്ഞയക്കും. എഴുത്തുകാരനോട് കളിക്കാൻ നിന്നു കഴിഞ്ഞാ ഞാൻ നിന്റെയൊക്കെ അസ്തിത്വം തന്നെ ഇല്ലാതെയാക്കി കളയും. ഹലോ ബേബി. കാര്യം പറ. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഞാനിപ്പോ നിന്നെ കാണാൻ തന്നെയാ വരുന്നത്. ആണോ? എങ്കിൽ പ്ലീസ് കം. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാം. പറ. ഞാനൊരൊറ്റ ലക്ഷ്യത്തോടെ വന്നിരിക്കുന്നത്. ഗിവ് ആൻഡ് ടേക്ക്. നിന്റെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് റിലാക്സ് ആവ്. സമാധാനമായിട്ട് പറ, എന്താ കാര്യം? ഞാൻ നിന്റെ കൂടെ ചെയ്തതെല്ലാം സിനിമയിൽ ലീഡ് റോൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നീ എനിക്ക് ആ ക്യാരക്ടർ തന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറെ ഇനി ഓരോ ഓപ്ഷൻസും ഇല്ല. ഈ വീഡിയോസ് എനിക്ക് ലീക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നീ എന്റെ വീഡിയോ എടുത്തല്ലേ? എന്ത് ചെയ്യാനാ, പ്രൊഡ്യൂസർമാരെല്ലാം ഇതുപോലത്തെ അല്ലേ. എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ. നീ ആള് കൊള്ളാലോടി. നീ എന്റെ അടുത്ത് വേല ഇറക്കുന്നോ? സലാമത്തലിയുടെ അടുത്ത്. യു
സാർ വോയിസ് റെക്കോർഡിങ്ങും ലൊക്കേഷൻ ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. ബാക്കി സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. താങ്ക് യു. നിങ്ങൾ പോലീസിനെ ഒരുപാട് സഹായിച്ചു. താങ്ക് യു സാർ. ആരാ? പോലീസ്. കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരൻ്റെ കഥാപാത്രത്തിനോട് നിങ്ങൾ ഒരിക്കലും ഏറ്റുമുട്ടാൻ പാടില്ലായിരുന്നു.